ഡയമണ്ട് മോഡൽ. അപ്പോൾ അതേപോലെ തന്നെ 12.5 പീസ് വരൻ്റെ കൊടുത്തു. അടിയിൽ ഒരു ഇഷ്ടിക വെച്ച സ്ഥിതിക്ക് എന്തായി 12 മേൽ ഒതുങ്ങി. ചങ്ങായിമാരെ ഒരു അടിച്ചുപൊളി വെറൈറ്റി വീഡിയോ കേട്ടോ. വർക്കിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് വീടൊന്ന് മൊത്തം കാണിച്ചു കൊടുത്താൽ ആ മൂല തൊട്ട് കണ്ട് ഈ മൂല വരെ വീട് മൊത്തം കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ വർക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. റിനോവേഷൻ വർക്ക് ചെയ്ത് കണ്ട് മലപ്പുറത്ത് മാസ്മരിക ലെവലായി മാറിയ കണ്ടംപററി മോഡൽ സെറ്റ് വീടായിട്ട് കണ്ടത്. വാ ഇവിടേക്ക് എന്താ വീട് തട്ടായിട്ട് ഇങ്ങനെ കിടക്കട്ടോ. വെറൈറ്റി പെയിൻറ്റിങ് കോമ്പിനേഷനും പിന്നെ ഇത് ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ആംബിയൻസ്, ആ ഒരു ലുക്ക്, ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ക്ലൈൻറ്റ് പ്രത്യേകം ശ്രദ്ധിച്ച കാര്യമാണ്. ഈ വലിയൊരു ചുമരുമ്മൽ വലിയ വട്ടം വെച്ചു, അത് ഒരു ഗ്ലാസ് ഇട്ട് കവർ ചെയ്തു. അപ്പോൾ ഈ കാണുന്ന ചുമരും ഈ സെറ്റപ്പൊക്കെ ഈ ഏരിയയൊക്കെ ടീക്കാണ്. അതിനോട് ചേർത്ത് കണ്ട് ഇവിടെ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ചുമര് കാണാൻ പറ്റും. ഈ ചുമരിൽ എന്ത് ചെയ്യണം, ജാളി ഫിറ്റ് ചെയ്യണം. അപ്പോൾ ജാളി വെക്കുക എന്ന് പറഞ്ഞാൽ കണകുണ കളിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തേ അത് നമ്മൾ വെക്കണ ജാളി വെക്കുക ഏതാ അറിയോ, ഗുജറാത്തി മോഡൽ ഈ ടൈപ്പ് ജാളി കേട്ടോ. ഇതിന് പ്രത്യേക പാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇവിടെ വെക്കണ അടിച്ചുപൊളി വിഷ്വൽസാണ് ഇനി ഞാൻ കാണിച്ചു തരുന്നത്. ജാളി ഔട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ ജാളിൻ്റെ കറക്റ്റ് അളവെടുത്ത് വെച്ച് നോക്കിയിട്ട് മാത്രമേ ഫിറ്റിങ് തുടങ്ങാൻ പറ്റുള്ളൂ. അതായത് ടൈലിൻ്റെ ഇടയിൽ സ്പേസർ വെക്കണ മാതിരി. മറ്റെന്താണെന്നറിയോ, മുറി വന്നു കഴിഞ്ഞാൽ മാനം കെട്ടും. പ്രത്യേകിച്ച് വീടിൻ്റെ ഫ്രണ്ടേജാണ്, ഈ വട്ടം വെച്ച ചുമരിൻ്റെ അടുത്തുമാണ്. എന്തേ അപ്പം ജാളി വെക്കുക. ഇതാണ് നമ്മളെ സിമെൻറ്റിൻ്റെ കനം, പേസ്റ്റ് കനം. ഒരു പേസ്റ്റ് കനം വെച്ച് അടുത്ത ജാളി വെച്ച് പേസ്റ്റ് കനം വെച്ച് ജാളി വെച്ച് പേസ്റ്റ് ജാളി പേസ്റ്റ് ജാളി പേസ്റ്റ് ജാളി ഒന്നും മുടക്ക് പോവൂല. വെക്ക് ഏകദേശം 2 സെൻറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഫില്ലർ ഉണ്ടല്ലോ ഇവിടെ 1 സെൻറ്റ് കട്ട് ചെയ്യുക. ആപ്പാടെ ജാളി 2.5 വീതിയല്ലേ വരുന്നുള്ളൂ. ഈ തേപ്പും കട്ട് ചെയ്യുക വരച്ചുകാണ്ട്. അതിനെന്ത് ചെയ്യണം, ആദ്യം ഈ മറി മനസ്സിലാക്കണം. ആ മറി അവിടുന്ന് എടുത്ത് കറക്റ്റ് കോല് വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഒരു പണിയും ബോറാക്കാൻ പാടില്ല. അപ്പം ഇത് സെറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇതിൻ്റെ നീളം ഹൈറ്റ് എടുത്ത് നോക്കുക. മുകളിൽ എന്താ പാട്, മുട്ടിക്കണോ? കറക്റ്റ് അല്ലേ? ഈ വർക്കിൽ ഒരു നൂല് എന്ന് പറഞ്ഞാൽ ഒരു നൂല് തന്നെയാണ്. പിന്നെ നമ്മളെ ക്ലൈൻറ്റ് ചെറുപ്പക്കാരനെ മൂപ്പർ എന്താ പറഞ്ഞറിയോ, വർക്ക് പെർഫെക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ സാധനം നാസാക്കിയതിൻ്റെ കായുമ്പടെ വൈകുന്നേരം ഇവിടെ കൊടുത്തു പോകേണ്ടി വരും. അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് അറിയോ, 2.58 ഉണ്ട് ഈ ഗ്രാനൈറ്റ് പീസുമൊക്കെ. അവിടുത്തെ നീളം 2 മീറ്ററും 58 സെൻറ്റി ആയ സ്ഥിതിക്ക് ഈ വെച്ച 13 പീസ് മൊത്തം പോകില്ല, 12.5 പീസേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മുറി വരണ്ട. ഈ ഒരു പീസ് അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു ഇഷ്ടിക ഇപ്പോൾ പടവ് ചെയ്ത് വാട്ടർ ലെവലാക്കി തേച്ച് മടക്കുകയാണെങ്കിൽ ഈ 12 പീസ് ഇപ്പം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ ഒടി മുറി വരില്ല, വീതിയിലും മുറി വരില്ല, നീളത്തിലും മുറി വരില്ല. അപ്പോൾ എന്താ ഈ 2 എട്ടിൻ്റെ തേപ്പിൻ്റെ പൊടി കൂട്ടിക്കോ. ഞാൻ അപ്പോത്തിന് കറക്റ്റ് മറി അളന്നുകാണ്ട് എന്ത് ചെയ്യുക, ചുമര് കട്ട് ചെയ്യുക. ഈ ഏരിയത്തെ ജാളിൻ്റെ ആ പ്രൊജക്ഷൻ കറക്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയപ്പം ഫില്ലർമെന്ന് കിട്ടിയത് ഈ സ്കാറ്റിംഗ് പീസ് 2.5 സെൻറ്റ് ഉണ്ടായിരുന്നു. ആ 2.5 അതേപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്തു. ആ 2.5 കറക്റ്റ് ലെവലിലാണ് ഇപ്പം ഈ വടിൻ്റെ പുറം സൈഡ് നിൽക്കുന്നത്. ഇനി നമ്മൾ തൂക്കിക്കാണ്ട് മൊത്തം വരയ്ക്കണം. എന്തേ വെറുതെ കണകുണ കളിച്ചിക്കാണ്ട് ഈ പണി കറ്റില്ല. റെഡി. ഓക്കെ, അത് ക്ലൈൻറ്റ് കേരി ഓൺ എന്ന് പറഞ്ഞാൽ പിന്നെ മാനേജ് ചെയ്യാം. ക്ലൈൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തി പോകണം. എന്തേ വരയ്ക്കല്ലേ എന്താ വരയ്ക്കണേ. ജാളി 2.5 ഇഞ്ച് വീതി വരണുള്ളൂ. അപ്പം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് അടക്കം കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് തോത്. അത് ഇവിടെയും വെക്കുക, മുകളിലും വെക്കുക. ഇവിടെ വെച്ച് അതേപോലെ മുകളിലൊന്ന് വെക്കുക. അപ്പോൾ ഇവിടുത്തെ സെറ്റായിട്ടോ. എന്തേ അപ്പോൾ 2 വരായി. ഈ 2 ഇഞ്ച് അപ്പുറം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മാർബിൾ മേൽ സ്ക്രാച്ച് വെക്കും. പൊടി വെക്കണോ, നല്ല പൊടി ഉണ്ടല്ലേ, പൊടി തൂത്തുവാരാണ്. ജാളി വെക്കണതിന് മുമ്പ് ഇവിടെ ഒറ്റവരെ ഇഷ്ടിക പടുക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടികന്റെ പിടുത്തത്തിന് വേണ്ടിയിട്ട് ഈ ഗ്രാനൈറ്റ് മേൽ ചെറിയൊരു ഗ്രിപ്പ് കൊടുക്കണ്ടതാ. ഒരു വര എങ്ങനെ വരച്ച് എടുത്താ ഇവിടെ ആ മിഷീൻ തണ്ണി ഒത്തി മുടിഞ്ചിരിക്കെ സിമെന്റിന്റെ പൊടി കൊടേ കൊഞ്ചം ഈ ഇഷ്ടിക വെച്ചുകാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് മുട്ടിക്കല്ലേ, 2.46 തേപ്പിന്റെ വടിക്ക് കറക്റ്റ് ആക്കുക ടോപ്പ് ലെവല്. എന്നിട്ട് അതിന്റെ മുകളിൽ സ്പിറ്റ് ലെവൽ വെച്ചുകാണ്ട് തേച്ച് മടക്കുക. എന്നെങ്കിൽ മാത്രം നമുക്ക് ശേഷം 12 പീസ് അവിടെ വെച്ചത് കറക്റ്റ് അവിടെ മുട്ടി നിൽക്കുള്ളൂ. തേപ്പുകാനുണ്ട്, ഒന്ന് അവിടെയും വെക്ക്. തേപ്പുകാനം വെക്ക്. ഗ്രൗട്ട് പേസ്റ്റ് തണ്ണി വെച്ച്
മുട്ടിച്ചി വെയ്യ്. തണ്ണി പേസ്റ്റ് ചട്ടി വെച്ച് മുട്ടിച്ചി വെയ്യ്. തണ്ണി പേസ്റ്റ് ചട്ടി വെച്ച് മുട്ടിച്ചി വെയ്യ്. ചെമ്മീനിട്ട ചക്കക്കുരു മുട്ടിച്ചി വെയ്യ്. വടിയപ്പാര് വടിയപ്പാര് വടിയപ്പാര്. ഇത് എന്തിനാണ് ഗ്രൗട്ട് പേസ്റ്റ് മേലെ ഓരോ കട്ട വെക്കണെന്ന് അറിയോ? ഒരു ലോഡ് നമ്മ കയറാനുള്ളതാണ്. അപ്പൊ ഈ തേപ്പ് കാരണം നമുക്ക് മുകളിലേക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഒരു ലെൻസിലേക്ക് മുകളിലാണ് പരത്തുക. ആദ്യം മുകളിലാണ് പരത്തുക. എന്നിട്ട് വടി സൈഡ് വെച്ചാൽ പിടിച്ചാൽ മതിയേ. അങ്ങോട്ടൊക്കെയാ 2:46 പക്കാണ്. ഇനി എന്ത് ചെയ്യാന്നറിയോ? ടാപ്പ് എടുത്തോ. ടാപ്പ് എടുക്ക്. ഈ വക്ക് ഇളക്കല്ലേ, സ്പിറ്റ് വെക്ക്. ഇവിടെ ഒന്നും ചെയ്യരുത്. അവിടെ പൊന്തിക്ക്. ഐവാച്ചി എന്താ പാട്? റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ. ഇനി ഈ ലെവലിലാണ്ട് പരത്തി കഴിഞ്ഞാല് ജാളി നമുക്ക് വെക്കാൻ മാത്രമേ ഉള്ളൂ. ഈ സൈഡില് വലിയൊരു 8 അടിക്കോല് വെച്ചു. തൂക്കം കറക്റ്റ് ആക്കിയതാ. തൂക്കുണ്ട സെറ്റാണ്. ഈ വടി വികാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട്, വലിയൊരു കോല് ഇങ്ങനെ കുത്തൊടുത്ത് ടൈറ്റാക്കി ഫുൾ സെറ്റാണ്. പിന്നെ ഈ ഒരു വടി ഇവിടെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പണിക്ക് ഒരു പെട്ടെന്ന് പണി തീർക്കാനൊരു അളവ് വേണം. ഇത് ഒഴിഞ്ഞെടുക്കുന്ന ഫില്ലറാണ്. ഇതേപോലത്തെ ഫില്ലർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പുറം സൈഡിൽ പുറമറിക്കാനുള്ള സാധനം വെക്കണത്. ഒരു വടി വെച്ചുകൊണ്ട് ആ വടിക്ക് നോക്കി ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. പക്ഷേ ഈ സൈഡിൽ പറ്റില്ല. അപ്പോൾ അത് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗമ്മ് ആരാണ് സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ടൈലും പണിക്കാരുണ്ട് കേട്ടോ. കാരണം വെയിൽ കൊള്ളുന്ന സ്ഥലമല്ലേ. ഒന്നാന്തരം എ ക്ലാസ് ഗമ്മാണ്. ഇങ്ങോട്ടേക്കാ മെഷീൻ കൊണ്ട് കുഴച്ചുകാണ്ട് വക്കത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി നിൽക്കുക. ജാളിമേൽ ഗമ്മ് പരത്താൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേഷൻ്റെ ബോർഡുമേൽ നമ്മളിതാ ഒരു ജാളി ബ്ലേഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫാബ്രിക്കേഷൻ്റെ കടയിൽ പോയിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് വേസ്റ്റ് പീസ് കിട്ടും. ഇങ്ങോട്ടേക്ക് സംഭവം കണ്ടോ? അതിന്മേൽ ഒരു പീസ് വെടിയും വെച്ച് ഒരു പീസ് വെടിയും വെക്കുക. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക, കോൽ ഇങ്ങോട്ട് വെച്ചുകാണ്ട് മാറി തിരിക്കുക. എന്ത് സെറ്റല്ലേ? സെറ്റ്. എന്നിട്ട് നേരെ ഒരു വര വരയ്ക്കുക. ഒരു വര അങ്ങോട്ട് വരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഈ വടി എടുത്തുകാണ്ട് നേരെ ഇപ്പുറത്തേക്ക് വെക്കുക. ഐവാച്ചി ഇതാ. ഇപ്പം അങ്ങോട്ടേക്ക് എടുത്തുക്കോ. അങ്ങോട്ടേക്കാ ഇതാണ് നമ്മളെ ജാളിൻ്റെ വീതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ കട്ടിങ്ങുമ്പോൾ ഉണ്ടാക്കും. അങ്ങനെ പരത്തും. ഇതാണ് ജാളി ബ്ലേഡ്. ഈ ഏരിയയിലേക്ക് പറ്റ ജാളി അന്വേഷിച്ച് കണ്ട് ക്ലൈൻറ്റ് കുറേ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം എഞ്ചിനീയർ കുറച്ച് മോഡലൊക്കെ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ടൊക്കെയാണ്. അപ്പം നമുക്ക് കിട്ടിയ ജാളി ഇതാട്ടോ, ഡയമണ്ട് മോഡൽ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെക്കാൻ വേണ്ടി പോകണത്. എന്തേ ഇത് ഇവിടെ വെച്ചുകാണ്ട് ഓരോ പീസ് എടുത്താണ്. ഒന്നാമത്തെ വരിമലിതാ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അടിയിൽ ഗമ്മ് വലിക്കാൻ പറ്റില്ല. ഇപ്പം തേച്ച സിമെൻറ്റാണ്. അപ്പോൾ അത് മതി. അപ്പോൾ വെക്കല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകട്ടോ. ഡിസൈനൊക്കെ നോക്കണം. അടുത്തത് സാധനം ഇങ്ങനെ കൊണ്ടുവന്നേക്ക്. ഇതന്നെയല്ലേ മോഡൽ ഇങ്ങനെ കേട്ടോ? സംഭവം ഇതല്ലല്ലോ, അതിനല്ലേ ഇതാട്ടോ. വെക്കണട്ടോ റബ്ബാനിയെ നോക്കണട്ടോ. അവിടെ വെക്കാനുള്ളൂ. ഇതന്നല്ലേ ഒന്നാമത്തെ വരി പോയാൽ എല്ലാം പോയി എന്നാണ്. ഇതാ ലാസ്റ്റ് പീസ് അവിടെ കൊടുക്കാൻ പോട്ടോ. കലണ്ടർ തൂക്കേണ്ടി വരും. അപ്പോൾ സംഭവം മൊത്തം വെച്ച് രണ്ടാം വരി തുടങ്ങുകയാണ്. രണ്ടാം വരിക്കും വേണ്ടി നമ്മളെ സ്പെഷ്യൽ കട്ടിംഗ് ബ്ലേഡ് ഇങ്ങനെ വെച്ചു. ഇതാ സാധനം കണ്ട് എടുത്തിട്ട് ഇത് നമുക്ക് തെറിപ്പിക്കാൻ പാടില്ല. എന്തെടുക്കണോക്കിയാ സംഭവം റെഡി. ഇങ്ങനെ വരണേ. ഈ വടി തൂക്കി വെച്ചതാണ്. ആ മറി കറക്റ്റിന് പിടിക്കുക. ഓക്കെ. എക്സ്ട്രാ വന്നാൽ അവിടെ വളയും. ഓക്കെ. വല്ല ശ്രദ്ധിച്ചെടുത്താൽ മതി. ശ്രദ്ധിച്ചെടുക്കുക. ഇത് പരത്തലും വെക്കലും ഒരാളെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് പറഞ്ഞത്. ഇനി എങ്ങനെ മോഡൽ എങ്ങനെ? ഇങ്ങനെ അങ്ങനെ തന്നെയാണ്. 10 മിനിറ്റ് ആയപ്പോ തന്നെ നാലാമത്തെ വരിയാണ്. ഏകദേശം 8 ഇഞ്ച് ഹൈറ്റിൽ വടി പൊക്കി വെക്കി മറി നോക്കി ലെവലല്ലേ. ഒന്നാമത്തതാ ഡയമണ്ട് പാര്. എന്താ കട്ടിങ്ങില്ല നമ്മളെ ചുമര കട്ടിങ്. എന്താ പാടൊക്കെയാ അവിടെ. ജാളിന്റെ
ഫിറ്റിംഗ് പരിപാടി ഫുള്ള് തീർന്നുണ്ട്. ഇനി അതിൻ്റെ ഗ്യാപ്പ് പോയിന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും പോയിന്റ് എന്തുകൊണ്ട് ചെയ്യാന്നുള്ളത്. സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് കൊണ്ട് ഒരിക്കലും പോയിന്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ പറയുക, അത് ഈർപ്പം വലിച്ചു കുടിക്കും, പിന്നെ ക്രാക്ക് വരും. ഏറ്റവും നല്ലത് അത് ഫിറ്റ് ചെയ്തതിനെ നമ്മളെ ആ ടൈലിൻ്റെ ഗമ്മ് ഉപയോഗിച്ചിട്ട് തന്നെ പോയിന്റ് ചെയ്യുന്നതാണ്. പോയിന്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ആ ഒരു ജാളിൻ്റെ ചോപ്പ് കളർ ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാവിപ്പൊടിയും പാടെ ആഡ് ചെയ്താൽ പക്കാവും. കാണിച്ചു തരാം. ഇതിപ്പം ഗമ്മാട്ടോ. ആ ഗമ്മിലേക്ക് എന്ത് ചെയ്യുക, 1/2 കിലോൻ്റെ കാവിപ്പൊടി സൈറ്റിൽ വാങ്ങിയിട്ടുണ്ട്. ഒരു പുടുത്തിട്ട് രണ്ടാമത്തെ പുടുത്തിട്ട് ഇനി നല്ല ഇതിൽ വെച്ചുകൊണ്ട് മിക്സ് ആക്കുക. അതുകൊണ്ട് 5-6 തിരുമ്പൽ തിരുമ്പിയപ്പോത്തിന് നമ്മളെ ഗമ്മ എന്താക്കി ചുവപ്പ് കളറായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കട്ടോ. ഓവർ ലൂസാക്കാൻ പാടില്ല. നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ ഇതാ വെള്ളം പാർന്ന് കാണ്ട് ചട്ടിയിലിട്ട് കൈകൊണ്ട് തിരുമ്പി എന്താക്കി നമുക്ക് പോയിന്റ് ചെയ്യാനുള്ള പാകത്തിലാക്കി എടുത്തിന് കേട്ടോ. ഏതാ സാധനം തേച്ചോടുത്തുണ്ടാവും. അതാണ് പറഞ്ഞത് മത്തി കുങ്കുമം അല്ലേ, മത്തി കുങ്കുമം അയില കിങ്ങിണി. ടെക്നിക്ക് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ജാളി വെക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ ഈ ജാളിക്കുണ്ടല്ലോ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അതൊക്കെ നമ്മൾ ആ ഒരു ഫൈനൽ കറക്റ്റ് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അടവിൽ ഒതുക്കി പോകണം. അപ്പോൾ ഇതിൻ്റെ അടവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എന്താണെന്ന് അറിയോ, നമ്മളെ ഗമ്മന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഗമ്മിൽ കാവിപ്പൊടി ഇട്ടുകൊണ്ട് ചോപ്പ് കളറാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, ഏകദേശം ഒരു 4 വരെയൊക്കെ നമ്മൾ അടയ്ക്കുക. പുട്ടി ബ്ലേഡ് ഉണ്ടല്ലോ, ടൈൽസിൻ്റെ ഗ്യാപ്പ് അടയ്ക്കുന്ന അതേ പുട്ടി ബ്ലേഡ് കൊണ്ട് ഇതേപോലെ ഇങ്ങനെ അടയ്ക്കുക. പരത്തരുത്, ഓവർ ഈ സ്റ്റെപ്പിൻ്റെ അപ്പുറത്തുപ്പുറം ഒന്നും കയറ്റാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ അടച്ചിക്കാണ്ടിതാ സിമ്പിൾ പരിപാടിയാണ്. എന്ത് പണി ചെയ്യുമ്പോഴും അതിൻ്റെ ഫുൾ ടെക്നിക്ക് കാണിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്താലും നമ്മളെല്ലാ സംഭവങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. നമ്മളെ ജാളിൻ്റെ പരിപാടി ഫുള്ള് തീർന്നുണ്ട്, കുറച്ച് ലേറ്റായി പോയി. അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ജാളിൻ്റെ ഫിറ്റിംഗ് അല്ല കുഴപ്പം, അതിൻ്റെ സെറ്റിങ് അടക്കിലാണ് ഭയങ്കര ഗതികേട്. എന്തായാലും വൃത്തികേടില്ലാത്ത കുളത്തിൽ മൊത്തം അടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ വീടിന് ഫുൾ സ്റ്റൈൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇവിടെ നമ്മൾ രാവിലെ പൊളിക്കുന്ന സമയത്ത് ഈ ഫില്ലറൊക്കെ മൊത്തം പുട്ടിയിട്ട ഫില്ലറായിരുന്നു. ആ പുട്ടി ഒന്നും പാടെ ഇട്ടുകാണ്ടിതാ ഈ കാണുന്ന സൈഡ് നോക്കിയ ജാളിൻ്റെ ഈ സൈഡ് വരെ മുട്ടിക്കുക. ഇതിന് മേൽക്കിട്ട് കയറ്റാൻ പാടില്ല. അതേപോലെ തന്നെ അവിടെ ടോപ്പിലൊക്കെ അടച്ച സമയത്ത് കുറച്ച് പെയിൻറ്റുമ്പോൾ കായുണ്ട്, അവിടെയൊക്കെ വെള്ള പെയിൻറ്റ് കറക്റ്റ് മാറി ചേർത്ത് അടിക്കുക. പിന്നെ ഈ ഗ്യാപ്പിലും പുട്ടിയിടുക, പുട്ടിക്കുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്തായി, ഫുള്ള് സെറ്റപ്പായി. അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ ഒരു ടെറാക്കോട്ടൻ്റെ ഒരു പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ ഈ വെള്ള പെയിൻറ്റിൻ്റെ ഇടയിൽ കൂടെ ഈ ചോപ്പ് ജാളി വരുമ്പോൾ വീട് ലെങ്കി മറിയും. പിന്നെ ഇതിൻ്റെ മോഡലൊക്കെ ഫൈനലി ഡയമണ്ടാണ്. ഇത് ഗുജറാത്തി മോഡൽ ജാളി കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെ വെച്ചാൽ ഒന്നൊരു പീസിന് 90 രൂപയുണ്ട്. പിന്നെ ഞങ്ങളെ രാവിലത്തെ ഐഡിയപരമായിട്ടുള്ള ചിന്താഗതി കൊണ്ട് മാത്രമാണ് വീതിയിലും നീളത്തിലും ഇവിടെ കട്ടിങ് ഒഴിവായി കിട്ടിയത്. ഇവിടെ മുറിച്ചു, ഇവിടെ മുറിച്ചു. അപ്പോൾ എന്തായി, 7 പീസ് ഫുള്ള് പോയി. അതേപോലെ തന്നെ 12.5 പീസ് വരൻ്റെ കൊടുത്തു. അടിയിലൊരു ഇഷ്ടിക വെച്ച സ്ഥിതിക്ക് എന്തായി 12 ഒതുങ്ങി. ഇനി എന്ത് ചെയ്യണം ക്ലൈൻറ്റ് എന്നറിയോ, ഇപ്പോൾ ഇവിടെ മഴ പെയ്തിക്കുകയാണെങ്കിൽ വെള്ളം അടിച്ചിക്കാണ്ട് ഇതിലൂടെ ഈർപ്പം ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് പുട്ടിയിട്ടിക്കുകയാണെങ്കിൽ ഈർപ്പം നേരെ അപ്പുറത്ത് കയറും. അപ്പം ഇതുമേലെ അവസാനിച്ച് ആ സ്കേറ്റിങ്ങിൻ്റെ പീസ് ഒഴിവാക്കിയിട്ട് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഒരു ഫുൾ സ്കേറ്റിങ് വെച്ച് കഴിഞ്ഞാൽ സംഭവം നേക്ക ഇതാ ഈ ഹൈറ്റിൽ എന്തേ നേക്കല്ലേ. അതേപോലെ ഒന്ന് ഉള്ളിൽ വെക്കട്ടോ. ലാസ്റ്റ് ഒന്ന് കാണിച്ചാളേ, ഇതൊക്കെ ഇങ്ങനെ നിൽക്കണ നോക്കണ്ട, ഒരു വളവോ ഒരു തിരിവോ ഒന്നുമില്ല. കുട്ടികൾ ചാരി നിന്നാൽ പോലും സാധനം പോകില്ല. ഗമ്മ് വേറെ ലെവലാണ്, ഗ്രേഡ് 20F. ഇങ്ങോട്ട് വാ, ഉണ്ടാക്കിയാ ഉള്ളൊക്കെയാ. ഉള്ളിലും അതേപോലെ ഒരു ഫുൾ പീസ് വെക്കാനുള്ള കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ നമ്മൾ പുട്ടിക്കാർക്ക് ഉപദ്രവമില്ലാത്ത കോലത്തിൽ ചെറിയൊരു ഈർക്കൽക്കാലം മൈനസ് ആക്കിയിട്ടാണ് ഒക്കെ അടച്ച് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഒരു കണ്ടൻറ്റും കൂടെ പറഞ്ഞുതരാം. അതായത് എന്ത് വർക്ക് ചെയ്യാനും ഇന്ന് നമ്മളെ നാട്ടിലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മനസ്സിൽ ഒതുങ്ങി നടക്കണ്ട, എന്തേ കായ് ചിലവാക്കുക. ജിന്ദഗി ജോഷ് കരോ, അകേല വീഡിയോ में देख सकता है.